റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിനെതിരെ വണ്ടൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി നിയോജക മണ്ഡലം പ്രവർത്തക സമിതി യോഗത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. മന്ത്രിയായതോടെ മുസ്ലിം ലീഗിനെ അവഗണിക്കുന്നു എന്നതാണ് ആക്ഷേപം. മന്ത്രി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു. ഇപ്പോൾ മന്ത്രി എ.പി. അനിൽകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ KPCC കഴിഞ്ഞ 2 മാസമായിട്ട് KPC പ്രസിഡന്റ് മന്ത്രിസഭയിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ KPCCയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വളരെ വിപുലമായ രീതിയിൽ KPCCയിലും മലപ്പുറം ജില്ലയിലും ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും KPCCയുടെ നിർദ്ദേശപ്രകാരം ഓർമ്മ ദിനം വളരെ വിപുലമായിട്ട് ആചരിച്ചത്. അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കുറെ കൂടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി സ്ഥാനം മാറിയാൽ ഉചിതമായിരുന്നു എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വം ഇടപെട്ട് അതിന് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. ഒരു ധൃതി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളിൽ 2 മാസം നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മറിച്ച് ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളെ വർക്കിന്റെ കാര്യത്തിൽ വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, ഞാനത് പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ കീഴിലല്ല ഇത് വരുന്നത്. കാരണം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്, മൈനോറിറ്റി വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വകുപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വകുപ്പ് അറിഞ്ഞാൽ മതി. റവന്യൂ വകുപ്പ് അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പിന്റെ കീഴിൽ അണ്ടർ സെക്രട്ടറിയുടെ കീഴിലാണ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ സെക്രട്ടറിയും മന്ത്രിയും അറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, റവന്യൂവിന് അതിന് യാതൊരു റോളുമില്ല. അല്ല, എനിക്കത് മനസ്സിലായില്ല. കാരണം ഇന്നും ഇന്നലെ കണ്ടു അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. കാരണം നിലവിൽ നിയമനം നടത്തേണ്ട 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള ഉത്തരവ് ഞങ്ങൾ നൽകും എന്ന് LDF പറഞ്ഞു എന്നുള്ള വാർത്ത ഇന്നലെ പത്രങ്ങളിൽ കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അപ്പോൾ LDF ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതിനകത്ത് സെൻട്രൽ ആക്ട് എന്താണ്, ആ സെൻട്രൽ ആക്ടിൽ പറയുന്ന നിയമങ്ങൾ എന്താണ്, ഇന്ന ക്ലോസുകൾ എന്താണ്, ആ ക്ലോസുകളെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് കൊടുത്തത്. അത് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും സെൻട്രൽ ആക്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. വഖഫ് ബോർഡിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒരു കാര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റ് നിലപാട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് മന്ത്രി എ.പി. അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്.